ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായി മറയൂർ കാന്തല്ലൂർ ഭാഗങ്ങളിലെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ 2 വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഭ്രമരം വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ ഒരു ശർക്കര ഉണ്ടാക്കുന്നൊരു സ്ഥലം കണ്ടപ്പോൾ വണ്ടി നിർത്തി. അവിടെ ചെന്ന് നമുക്ക് കുറച്ച് ശർക്കര വാങ്ങിക്കണം, പിന്നെ അവിടുത്തെ കാഴ്ചകളൊന്ന് കാണിക്കാം. ഈ മറയൂരിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. ഇവിടെ കുറേ ആളുകൾ ഈ ഒരു ശർക്കരയുടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലേക്കും ഇവിടുന്ന് കയറ്റി പോകുന്നുണ്ട്. ഇതാണ് ശർക്കര ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥലം. ഇവിടെ സാമ്പിൾ വെച്ചിട്ടുണ്ട്. 2 ടൈപ്പ് ശർക്കര, അതിൽ ഒന്ന് നോർമലായിട്ടുള്ളതുമാണ്, ഒന്നിൽ അവർ വേറെ എന്തൊക്കെ ഫ്ലേവേഴ്സ്, ഏലക്കായ് അങ്ങനെയുള്ള ഫ്ലേവേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട്, പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഇവർ സിറപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഈ ശർക്കരയുടെ സിറപ്പിന് കുറച്ചൊരു വില കൂടുതലുണ്ട്. ശർക്കര 80 രൂപ നോർമലിന്, പിന്നെ അതുപോലെ തന്നെ അവർ ഈ ഫ്ലേവേഴ്സ് ആഡ് ചെയ്തതിന് കുറച്ച് വില കൂടും. ഇപ്പോൾ ഇവിടെ ഈ കരിമ്പിൽ നിന്ന് നീരെടുക്കുന്ന പ്രോസസ്സാണ്, അതിൻ്റെ ആ ഒരു ജ്യൂസ് എടുക്കുന്ന പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ജ്യൂസ് എടുത്ത് കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് പുറന്തള്ളുന്നുണ്ട്. ഈ വേസ്റ്റ് ഇവിടെ ഒരുപാട് കൂടി കിടക്കുന്നുണ്ട്. അത് പല ആവശ്യങ്ങൾക്കായിട്ടും പലവരൊക്കെ പിന്നെ ഈ നമ്മളെ നാട്ടിലൊക്കെ ഈ ഉമി കത്തിക്കുന്നത് പോലെ കത്തിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞ്. അതുപോലെ ഇവിടെ കണ്ട മറ്റൊരു കാഴ്ച, ഇവിടെ ഒരു മഡ് ഹൗസ് ഉണ്ട്. അതായത് മണ്ണ് കൊണ്ട് ചുമരെല്ലാം തേമ്പി പിടിപ്പിച്ച ഒരു വീട്. ആ വീടിൻ്റെ ഒരു ആൾട്രേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മണ്ണ് കുഴക്കുന്നുണ്ട്. നമ്മൾ ആ വീടിൻ്റെ അടുത്തൊന്ന് പോയിട്ട് ആ വീടിൻ്റെ കാഴ്ചകൾ, നമ്മളെ വീടിനൊക്കെ സിമൻറ്റ് തേക്കുന്നതിന് പകരം ഇവിടെ ഈ മണ്ണ് കുഴച്ചിട്ട് ആ മണ്ണിൽ വേറെ എന്തൊക്കെയോ 1-2 സാധനങ്ങൾ ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചത്, മഴ കൊണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മഴ കൊണ്ടാലും തച്ച് പൊട്ടിച്ചാലൊന്നും പൊട്ടൂലാണെന്ന് പറയാൻ. ഇപ്പോൾ എൻ്റെയൊക്കെ വീട്ടിൽ കുറേ കാലം മുമ്പ് ഈ പുറത്തുണ്ടാക്കുന്ന ചെറിയ കിച്ചൺ മാതിരിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതിനൊക്കെ ഇതുപോലത്തെ ഈ മണ്ണിൻ്റെ അടുപ്പുകളും മണ്ണ് കൊണ്ട് തേച്ച് പിടിപ്പിച്ച ചുമരുകളൊക്കെ ഉണ്ടായിരുന്നു. വല്യപ്പൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അങ്ങനെ ആയിരുന്നു വീടിൻ്റെ പുറത്തുള്ള. അതുപോലെ ഈ വിറക് വീട്, അതുപോലെ തന്നെ വീടിന് പുറത്തൊരു അടുക്കളൊക്കെ ഉണ്ടാക്കും. അതിനൊക്കെ ഈ മണ്ണ് തേച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ശർക്കരയൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ഇനി പോകുന്നത് ഭ്രമരം വ്യൂ പോയിന്റിലേക്കാണ്. പോകുന്ന വഴികളിൽ ഉള്ള കാഴ്ചകളാണ് അതൊക്കെ. ഒരുപാട് സ്ത്രീകളൊക്കെ വീട്ടിലേക്കുള്ള വിറക് കാട്ടിൽ നിന്ന് ശേഖരിച്ചിട്ട് തലയിൽ വെച്ച് കൊണ്ടുപോകുന്ന കാഴ്ച. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ചെറിയ റെസ്റ്റോറൻറ്റ് പോലൊക്കെ ചെറുതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഒന്നും സീസൺ അല്ലാത്തതുകൊണ്ട് ഒന്നും തുറന്നിട്ടൊന്നുമില്ല. ഇത് പോകുന്ന വഴിയിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. നമ്മൾ കുറച്ചൊരു കുഴപ്പമില്ലാത്തൊരു വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് ഓടുന്നുള്ളൊരു കാഴ്ചകളാണ് ഈ കാണുന്നത്. അതുപോലെ ഈ ഭ്രമരം വ്യൂ പോയിൻ്റ് എത്തുന്നതിന് ഒരു 2 കിലോമീറ്റർ മുമ്പായിട്ട് ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. ഇപ്പോൾ അവിടെ വെള്ളം വളരെ കുറവായതുകൊണ്ട് ഞങ്ങളാണ്ട് പോകുന്നില്ല. ഇതാണ് ആ വാട്ടർഫാൾസ്. അപ്പോൾ ഇവിടെ വെള്ളമുള്ള സമയത്ത് വന്ന നല്ല ഭംഗിയുള്ള കാഴ്ച കാണാം. ഫാൾസിൽ നമുക്ക് കുളിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ വെള്ളം കുറവുള്ള സമയത്താണ് കുറച്ചും കൂടെ കുളിക്കാനൊക്കെ സൗകര്യവും സേഫ്റ്റി. അപ്പോൾ നമ്മളൊരു ചെറിയൊരു അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സിപ്പ് ലൈനൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ സിപ്പ് ലൈന് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതിൻ്റെ ഒരു 300 മീറ്റേഴ്സ് വരെ അപ്പുറത്തേക്ക് സിപ്പ് ലൈനും, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു 500 ആണ് അവർ പറഞ്ഞത്. നമ്മളെന്തായാലും അവിടെ കയറിയിട്ടില്ല. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയിട്ട് റോഡ് ഇവിടെ നിന്ന് 2ആയിട്ട് ഡൈവേർട്ട് ആകുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്കാണ് നമുക്ക് ഭ്രമരം വ്യൂ പോയിന്റിലേക്ക് പോകേണ്ടത്. സ്ട്രൈറ്റ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാന്തല്ലൂരിൻ്റെ കുറച്ച് സെറ്റിൽമെൻറ്റ്, അതുപോലെ തന്നെ കുറേ റിസോർട്ടുകളും ഭാഗമുള്ള ആ കാന്തല്ലൂരിൻ്റെ കുറച്ചൊരു മെയിനായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ആ ഭാഗത്തേക്കാണ് വരുന്നത്. നമ്മളിനി പോകുന്നത് ഭ്രമരം വ്യൂ പോയിന്റിലേക്കാണ്. ഏകദേശം ഈ ഒരു റോഡിൻ്റെ അവസാന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ സ്ട്രോബെറി തോട്ടങ്ങളും അതുപോലെ തന്നെ സൈഡിലൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്ത് പലതരത്തിലുള്ള ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റിൽ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രദേശങ്ങളിലേക്ക് പോവാം. നമ്മൾ പോകുന്ന ഈ വണ്ടി നിർത്തിയതിൻ്റെ കുറച്ച് മുമ്പിലേക്കൊരു റോഡുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കണം. അപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ അവർ പറഞ്ഞു ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ ട്രൈബൽ കോളനിയാണ്, അവിടെ പുറത്തുനിന്ന് വരുന്നവർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് നമ്മൾ ബാക്കിലേക്ക് തന്നെ വന്ന് റൈറ്റ് സൈഡിലേക്ക് ഇറങ്ങി ഈ ഒരു ഭ്രമരം വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് മേലെ നിന്ന് ജീപ്പ് സർവീസ് ഉണ്ട്. ഏകദേശം ഒരു 1/2 കിലോമീറ്ററിനടുത്ത് നടക്കാനേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മൾ ജീപ്പൊന്നും വിളിച്ചിട്ടില്ല. ഇവിടെ ഇതിനകത്തേക്ക് കയറാൻ ഒരു 20 രൂപ നമ്മൾ എൻട്രി ഫീ ഒരാൾക്ക് എടുക്കണം. കുറേ മുമ്പൊക്കെ ഇവിടെയൊക്കെ വരുന്നവർക്കൊക്കെ ഫ്രീ ആയിട്ട് കയറി പോകുന്നതിന്, പക്ഷേ ഇപ്പോൾ ഇവിടെയൊക്കെ ടിക്കറ്റ് വെച്ചിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഈ ഒരു ഭാഗത്തെ കുറച്ച് കാഴ്ചകളും ഇവിടെ കാണാനുള്ള കുറച്ചൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം.